KPCC പ്രസിഡന്റായി സണ്ണി ജോസഫിന് ചുമതലയേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേൽക്കുക. അതേസമയം കോൺഗ്രസിൽ ഉൾപ്പോര് രൂക്ഷമായിരിക്കെ നേതാക്കളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം സണ്ണി ജോസഫിന് വെല്ലുവിളിയാകും. ഇന്ന് രാവിലെ 9:30 KPCC ആസ്ഥാനത്ത് ലഘുവായ ചടങ്ങുകളോടെയാകും സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണം. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ സണ്ണി ജോസഫിന് സ്ഥാനം കൈമാറും. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷമാകും സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്തെത്തുക. സണ്ണി ജോസഫിനെ കൂടാതെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും ചുമതലയേക്കും. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K. സുധാകരൻ MP, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ നേതാക്കളടക്കം ചടങ്ങിൽ പങ്കെടുക്കും. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കോൺഗ്രസ് കടന്നുപോകുന്നത്. പുനഃസംഘടന അടക്കമുള്ള വിഷയത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നസ്വരം ഉടലെടുത്തിട്ടുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നതാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി. കണ്ണൂരിലെ പ്രാദേശിക രാഷ്ട്രീയം മാത്രം കൈമുതലാക്കിയ സണ്ണി ജോസഫിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. വരാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഭരണം നഷ്ടപ്പെട്ട് ജനപ്രീതി മങ്ങിയ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് കരകയറ്റുക എന്നതായിരിക്കും സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി. ജനം, തിരുവനന്തപുരം.